എനിക്ക് വേറെ ആരുടെ ഡ്രസ്സിൻ്റെ ഗതികേട് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഇടയുമില്ല. അവളുടെ ഡ്രസ്സ് ഞാൻ എവിടെയെന്ന് ചോദിക്കാൻ പോയിട്ട് അത് എവിടെയെന്ന് കണ്ടിട്ട് പോലുമില്ല. അതെനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അതെൻ്റെ ലൈഫിൽ ബോധമുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങളില്ലേ, നിങ്ങളുടെ നാക്ക് അടക്കി വെക്കുക. കാരണം നിങ്ങളുടെ നാക്ക് കാരണം ഖബറിൽ പോയ ഒരാളാണ്. ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ചല്ല ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോകളൊക്കെ വന്നത്. വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയി പോയത്. അപ്പോൾ അതിനിടയിൽ 1-2 ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു. അപ്പം ഗാലറിയിലെ ഷോർട്സ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ലോങ് വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാടായി. അപ്പം തിരക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം, അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണം തോന്നി, അങ്ങനെയാണ് ഈ വീഡിയോയിൽ വന്നത്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന റിഫ മേനോൻ എന്നൊരാൾ ആത്മഹത്യ ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ആത്മഹത്യയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കേരളം മൊത്തം അറിഞ്ഞൊരു വിഷയമായിരുന്നു അത്. കാരണം എല്ലാ മീഡിയാസും എല്ലാവരും അറിഞ്ഞ് ഒരു കാര്യമായിരുന്നു റിഫ മേനോൻ എന്ന അവരുടെ ആത്മഹത്യ. അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഭാഗം നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്, നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം മൈനാസ് വീണ്ടും ഒരു കല്യാണം കഴിച്ചു. അതും അവൻ്റെ ലൈഫാണ്. അപ്പോൾ അവനക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നിയപ്പോൾ അവൻ കല്യാണം കഴിച്ചു. അതിന് ഞാൻ കുറ്റം പറയണമെന്നില്ല, അതൊക്കെ അവൻ്റെ ഇഷ്ടം, അവൻ്റെ ലൈഫാണ്, അവൻ്റെ തീരുമാനങ്ങളാണ്, അതിനൊന്നും കുറ്റം പറഞ്ഞില്ല. അതിനുശേഷം സഫ എന്നൊരു പെൺകുട്ടിയാണ് അവൻ കല്യാണം കഴിച്ചതിന് ശേഷം അവരിടുന്ന വീഡിയോക്കൊക്കെ, ഇൻസ്റ്റഗ്രാം വീഡിയോയിലൊക്കെ തെറികളുടെ അഭിഷേകമാണ്. തെറികൾ ഇങ്ങനെയും പറയാം എന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് സഫൻ്റെ അക്കൗണ്ടിൽ പോയി വയ്ക്കാൻ മതി. അപ്പോൾ അവരുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ എന്തുമാത്രം തെറികളെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. റിഫ നീയാണ് കൊന്നെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റിഫ മൈനാസിൻ്റെ ലൈഫിൽ വന്നുകൊണ്ടാണ് റിഫ മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. സഫ മൈനാസിൻ്റെ ലൈഫിൽ വന്നുകൊണ്ടാണ് റിഫ മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, അതൊക്കെ ആൾക്കാർ പറയുന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കാര്യങ്ങൾ അറിയില്ല. ഇപ്പോൾ ഏതൊരു ഡ്രസ്സ് ഇട്ട് വീഡിയോ ഇട്ടപ്പോൾ ആരോ പറഞ്ഞത്രേ ഇത് റിഫൻ്റെ ഡ്രസ്സാണ്, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അപ്പം ഇപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട് ടെൻഷനിലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെറുതെ നോക്കുകയാണല്ല, ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. റിഫ മരിച്ചു, സത്യം തന്നെയാണ്. അപ്പം പിന്നെ അതിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു മൈനാസ് കല്യാണം കഴിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി പിന്നെയും അതിനെക്കുറിച്ച് പറഞ്ഞ് അവരെങ്ങനെ അവരെങ്ങനെ ഒരു ഭ്രാന്തിയാക്കുന്ന ഒരു അവസ്ഥ, അതിൻ്റെ ആവശ്യം എന്താ ഞാൻ ചോദിക്കണത്? കഴിഞ്ഞ കാര്യമാണ് അത്. അപ്പം ഇനി വീണ്ടും അവരെ ഒരു ഭ്രാന്തിയാക്കണം എന്തിനാണ്? കമന്റ് ഇട്ടോളി, നല്ല കമന്റ് ഇട്ടോളി. വീഡിയോ മോശം എന്നൊക്കെ പറഞ്ഞോളി. അതിനും അപ്പുറത്തേക്ക് ഒരു കമന്റ് എന്തിനാണ്? അപ്പൊ അവരും ജീവിക്കോട്ടെ. ഇപ്പോ അവര് ജീവിക്കുന്നതിനും ബുദ്ധിമുട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആൾക്കാർക്കാണ്. അവരാണ് തെറി കമന്റുകൾ തേങ്ങി മാങ്ങി ഒട്ടിച്ചോക്കാണ്.